ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവാം. സ്വന്തമായി വീട്, വിവാഹം, കാർ എന്നിങ്ങനെ പലതും. പലപ്പോഴും ഇതിനുള്ള പണം മുഴുവനായും നമ്മുടെ കൈവശം ഉണ്ടാകണമെന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ബാങ്കിനെയോ മറ്റ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തെയോ സമീപിച്ച് ഉയർന്ന ഇൻട്രസ്റ്റിന് ബാക്കി തുക കണ്ടെത്തുകയാണ് പതിവ്. അതിനുശേഷം നമ്മൾ EMI ആയി പണം തിരിച്ചടയ്ക്കുന്നു. പക്ഷേ നിങ്ങൾക്കറിയുമോ, EMI ആയി അടയ്ക്കുന്ന തുകയുടെ നല്ലൊരു ശതമാനവും ഇൻട്രസ്റ്റിലേക്കാണ് അടഞ്ഞു പോകുന്നത്. എന്നാൽ ₹1 പോലും ഇൻട്രസ്റ്റ് ഇല്ലാതെ നമുക്ക് ഈ തുക ലഭിച്ചാലോ? അത് മാസം അടയ്ക്കുന്ന രീതിയിലായാലോ? ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന് പുറമെ മാസം ഡിവിഡൻഡ് കൂടി ലഭിച്ചാലോ? വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ശ്രമിച്ചാൽ നമുക്കും ഇതിന് സാധിക്കും. അതിനുവേണ്ടി KSFയുടെ ഡിഫാൾട്ടായി ചിട്ടികൾ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണമായി KSFയുടെ 10,000 രൂപ വെച്ച് 50 മാസം അടയ്ക്കുന്ന 5 ലക്ഷം രൂപയുടെ ചിട്ടിയുടെ കാര്യമെടുക്കാം. KSFയുടെ ചിട്ടിയുടെ മാക്സിമം 25% താഴ്ത്തി വിളിക്കുവാൻ സാധിക്കുക. അതായത് 5 ലക്ഷത്തിൻ്റെ 25% 1,25,000 താഴ്ത്തി 3,75,000 രൂപയ്ക്കാണ് വിളിക്കുവാൻ സാധിക്കുക. 3,75,000 രൂപയ്ക്ക് എത്ര ആളുകളുണ്ടോ അത്രയും മാസം ഈ എമൗണ്ടിനാണ് ചിട്ടി ഉറപ്പിക്കുക. അപ്പോൾ ആ മാസങ്ങളിൽ അടയ്ക്കേണ്ട തുക 3,75,000 ഡിവൈഡഡ് ബൈ 50 7,500 രൂപയാണ്. ഇങ്ങനെ തുടങ്ങിയ ചിട്ടിയിൽ എല്ലാ ആളുകൾക്കും മുടങ്ങാതെ അടയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത്തരം ചിട്ടികൾ സ്വാഭാവികമായും ഡിഫാൾട്ട് ചിട്ടികൾ ആയി മാറും. ഈ ഡിഫാൾട്ടായ ചിട്ടികൾ മറ്റൊരാൾ ആവശ്യപ്പെട്ടാൽ KSF അവർക്ക് നൽകും. അവർക്ക് അതുവരെയുള്ള കിഴിവ്, അതായത് ഡിവിഡൻഡ്, ഒരുമിച്ച് ലഭിക്കുകയും ചെയ്യും. ഈ ചിട്ടിയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. മേൽപ്പറഞ്ഞ ചിട്ടി 10 മാസം ഇങ്ങനെ മുടങ്ങിയെന്നിരിക്കട്ടെ. 10 ഡ്യൂവും 3,75,000 രൂപയ്ക്കാണ് വിളിച്ചു പോയതെങ്കിൽ 7,500 × 10 75,000 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അടയ്ക്കുമ്പോൾ തന്നെ അതുവരെയുള്ള കിഴിവടക്കം 10,000 × 10 1,00,000 രൂപ അടച്ച ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നു. അതായത് ₹25,000 ലാഭം അപ്പോൾ തന്നെ ലഭിക്കുന്നു. ഇനി അടുത്ത മാസം മുതൽ നമുക്ക് ചിട്ടിയിൽ പങ്കെടുക്കാം. സ്വാഭാവികമായും 10-12 നറുക്ക് കഴിഞ്ഞാൽ 25% വരെ താഴ്ത്തുവാൻ ആളുകൾ ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്ക് കുറി സ്വന്തമാക്കാം. ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ വരുന്ന സംഖ്യയും KSF കുറിയും തമ്മിലുള്ള ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ വരുന്ന ചാർട്ടൊന്ന് നോക്കാം. നമുക്കാവശ്യമുള്ള സംഖ്യ 4,50,000 രൂപ, കൈവശമുള്ള സംഖ്യ 75,000 രൂപ, ലോൺ എടുക്കേണ്ട സംഖ്യ 3,75,000 രൂപ. 14% ഇൻട്രസ്റ്റിൽ 40 മാസത്തേക്ക് EMI കണക്കാക്കിയാൽ ഒരു മാസം നമ്മൾ 11,785 രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടി വരിക. ആകെ തിരിച്ചടവ് 11,785 × 40 4,71,425 രൂപ. നമ്മൾ ആദ്യം കയ്യിൽ നിന്ന് മുടക്കിയത് 75,000 രൂപ. ആകെ 5,46,425 രൂപ. അതായത് 96,425 രൂപ നമ്മൾ അധികം ബാങ്കിലാണെങ്കിൽ അടയ്ക്കേണ്ടി വരുന്നു. ഇനി KSF ആണെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. നമുക്കാവശ്യമുള്ള സംഖ്യ 4,50,000. ഡിഫാൾട്ട് ചിട്ടി എടുക്കുവാൻ വേണ്ട സംഖ്യ 75,000. തിരിച്ചടവ് ആദ്യത്തെ 10 മാസം 7,500, രണ്ടാമത്തെ 10 മാസം 8,000, മൂന്നാമത്തെ 10 മാസം 9,000, നാലാമത്തെ 10 മാസം 9,500, അഞ്ചാമത്തെ 10 മാസം 10,000 രൂപ വെച്ചിട്ട് ആണ് ഞാൻ തിരിച്ചടവ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് ഒരു ഏകദേശ കണക്കാണ്. ആകെ നമ്മുടെ തിരിച്ചടവ് വരിക 4,40,000 രൂപ. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,50,000 മൈനസ് 4,40,000 10,000 രൂപ ലാഭം. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ 96,500 രൂപ നഷ്ടം സംഭവിക്കുകയും KSF ചിട്ടി എടുക്കുമ്പോൾ നഷ്ടമില്ലെന്ന് മാത്രമല്ല 10,000 രൂപ ലാഭവും ലഭിക്കുന്നു. അതായത് ബാങ്കും KSF തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 96,500 പ്ലസ് 10,000 1,06,500 രൂപ പ്രോഫിറ്റാണ് KSF കുറി ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുക.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനാബിൾ ചെയ്താൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.